നമ്മളെ ഇടയിൽ എപ്പോഴും ആളുകൾ ചോദിക്കും എന്തെങ്കിലും ഒരു ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ആരെങ്കിലും ഒരു കുറച്ച് പൈസ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ അടുത്ത് വന്നിട്ട് പറയും നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നമാതിരി സ്കീമുണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ ലാഭം തരാമെന്ന് പറയുന്നുണ്ടോ അതിൽ എന്തെങ്കിലും ഒരു കള്ളത്തരമുണ്ടോ. ചില അറിയാത്ത മേഖലയിലോട്ട് നമ്മളോട് പറഞ്ഞ് ഫലിപ്പിക്കും ഇത്ര ലാഭം കിട്ടും. മലയാളികളായ നമ്മൾ വേഗം കൊണ്ടുപോയിട്ട് എന്താക്കും, ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കും. പക്ഷെ കൂടുതൽ ലാഭം പറഞ്ഞ് മോഹിപ്പിക്കുന്നുണ്ട് ഒന്നോർത്തോ അത് കള്ളത്തരായിരിക്കും. അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മളെ പൈസ പോകുന്ന ഉറപ്പാണ്. നമുക്ക് പകുതി പൈസക്ക് സ്കൂട്ടർ കിട്ടും പറഞ്ഞിട്ട് എത്രയോ ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. അതിന് ഇപ്പോൾ അവരെന്താക്കും 1-2 കൊല്ലം കേസ് നടത്തിയിട്ട് അവർ സേഫായി അവരെ ക്യാഷ് ആയിട്ട് പോകും. പൈസ പോയെങ്കിലും അപമാനം ഓർത്തിട്ട് എന്താക്കൂല, ഇത് ആരോടും പ്രതികരിക്കാൻ പോകില്ല, അത് പോട്ടെ വെക്കും. എൻ്റെ അറിവിൽ തന്നെ കുറെ ആൾക്കാർ പകുതി വിലക്ക് സ്കൂട്ടിക്ക് പൈസ കൊടുത്തിട്ട് അതിന്റെ പുറകെ നടക്കാൻ വയ്യ, അത് പോട്ടെ നിൽക്കും. പക്ഷെ മറിച്ച് കിട്ടുന്നവർക്കോ ഈ ചെറിയ ചെറിയ എമൗണ്ട് കൂടി വലിയ കോടിക്കണക്കിന് രൂപ അവർക്ക് കൈമുതലും. ശരിക്കും നമ്മളെ പോലീസ് ഇതെല്ലാം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇവരതിന് കേസ് എടുക്കാനൊക്കെ പോകുള്ളൂ. അതിന് ഒരു സ്പെഷ്യൽ ബ്രാഞ്ചോ അല്ലെങ്കിൽ ഇങ്ങനെ പൈസ സ്വരൂപിക്കുമ്പോൾ നമ്മളെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മുൻകൂട്ടിയുള്ള അന്വേഷണം ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളെ കേരളത്തിൽ ഇത്രത്തോളം പറ്റിക്കൽ സംഘങ്ങൾ ഉണ്ടാവില്ലായിരുന്നു.